ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൗരഭ് ഷാ എന്ന എഴുത്തുകാരൻ എഴുതിയ ഒരു പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള മഹാരാജ് എന്ന ഹിന്ദി മൂവിയാണ്. ഇത് പണ്ടത്തെ നമുക്ക് സ്വാതന്ത്ര്യമെല്ലാം ലഭിക്കുന്നതിന് മുമ്പുള്ള രാജഭരണ കാലഘട്ടം അതിനെല്ലാം സംബന്ധിച്ചിട്ടുള്ളതാണ്. പണ്ടുള്ള രാജാക്കന്മാരുടെ ഒട്ടുമിക്ക കഥകളും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് തികച്ചും ഒരു വ്യത്യസ്തമായ കഥയാണ്. രാജാവിനെ ആളുകൾ ദൈവത്തെ പോലെയാണ് കണ്ടിരുന്നത്. രാജാവ് നടക്കുന്ന വഴിയെല്ലാം പാദം മണ്ണിൽ പോലും പതിക്കാതിരിക്കാൻ വേണ്ടി പ്രജകൾ സമ്മതിക്കില്ലായിരുന്നു. അവരവരുടെ കൈകൾ വെച്ചു കൊടുക്കുമായിരുന്നു, അതായത് അവരുടെ ഉള്ളംകൈ. രാജാവിനെ ആരാധിക്കുന്നതും സേവിക്കുന്നതും ദൈവത്തിനെ സേവിക്കുന്നത് പോലെയാണ് എന്നവർ വിശ്വസിച്ചു. എന്നാലേ അവർക്ക് മോക്ഷം കിട്ടുകയുള്ളൂ എന്നായിരുന്നു അവരുടെ വിശ്വാസം. രാജാവ് കഴിച്ച ഭക്ഷണത്തിന്റെ എച്ചിൽ പോലും പ്രസാദമായിട്ടാണ് അവരെല്ലാം കണ്ടിരുന്നത്. അന്നത്തെ കാലത്ത് പാദസേവ എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പാദസേവ പുറത്തുനിന്ന് കാണുന്ന വ്യക്തിക്ക് കാശിക്ക് പോയിട്ട് കിട്ടുന്ന അനുഗ്രഹം ഈ പാദസേവയിൽ നിന്നും കിട്ടുമായിരുന്നു എന്നതാണ് അവരുടെ വിശ്വാസം. ഇങ്ങനെയുള്ള കാലഘട്ടത്തിലെ ആളുകൾ എന്തോരം ബുദ്ധിയില്ലാത്തവരായെന്നും മൂഢന്മാരാണെന്നും നമുക്ക് മനസ്സിലാവുന്നില്ലേ? പക്ഷേ എല്ലാവരുടെ ഇടയിലും ഒരുവൻ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ഇവരുടെ ഇടയിലും ഒരുത്തനുണ്ടായിരുന്നു. അവൻ ഇവരെല്ലാവരെയും എതിർത്ത് യുക്തിപൂർവ്വം സംസാരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അവനെ പറ്റിയിട്ടുള്ളതാണ് ഈ കഥ. അതായത് ഇതൊരു ഒറിജിനൽ സ്റ്റോറിയാണ്. മഹാരാജ് ലൈബൽ കേസ് ഓഫ് 1862 ആർഗ്യൂഡ് അറ്റ് ദ സുപ്രീം കോർട്ട് ഇൻ ബോംബെ, ഇന്ത്യ. ഇതൊരു കോർട്ട് കേസിനെ ആസ്പദമാക്കിയിട്ടാണുള്ളത്. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് കടന്നാലോ? പക്ഷെ എല്ലാവരും അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയുടെ ആദ്യത്തെ സീനിൽ ഗുജറാത്തിലെ ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. അവിടെ മുൾജി ജീവരാജ് എന്ന വ്യക്തിയുടെ കുടുംബത്തിലേക്ക് ഒരു ആൺകുഞ്ഞു വന്ന് പിറക്കുന്നു. ആ കുട്ടിക്ക് കർസൻ ദാസ് എന്നവർ പേരിടുന്നു. ദാസ് എന്നത് ജാതി പേരാണ്. കർസൻ അങ്ങനെ വലുതായി. ചെറുപ്പം മുതൽ തന്നെ അവന് ഭയങ്കര സംശയങ്ങളാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ മാത്രം അവരുടെ മുഖം മറയ്ക്കുന്നത് എന്നെല്ലാം അവന് സംശയങ്ങളാണ്. പക്ഷെ 10ാം വയസ്സിൽ അവന്റെ അമ്മ മരിച്ചുപോയി. അങ്ങനെ അച്ഛൻ വീണ്ടും ഒരു വിവാഹം കഴിച്ചു. എന്നാൽ കർസനെ അവന്റെ അമ്മയുടെ സഹോദരൻ സിറ്റിയിലേക്ക് കൊണ്ടുപോയി, ബോംബെ നഗരത്തിലേക്ക്. അപ്പോഴാണെങ്കിൽ ബോംബെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായിരുന്നു. അവിടെ 7 ഹവാലിയുമുണ്ട്. ബ്രിട്ടീഷ് ആയിരുന്നു അവിടുത്തെ റൂളേഴ്സ് എങ്കിലും ജെ ഹവാലിയുടെ ഹെഡായിരുന്ന മഹാരാജായിരുന്നു അവരുടെ എല്ലാവരുടെയും കാണപ്പെട്ട ദൈവം. മോട്ടി ഹവാലിയുടെ അടുത്തായിരുന്നു കർസനും താമസിച്ചിരുന്നത്. ഹവാലി എന്നാൽ ഒരു പാലസും ടെമ്പിളും എല്ലാം കൂടിച്ചേർന്ന ഒരു സ്ഥലമാണ്. മാമന്റെ ഭാര്യയുടെ സ്നേഹവും അവരുടെ മതത്തിന്റെ ആചാരങ്ങളും അതിൻ്റെ എല്ലാം കൂടി അവൻ വളർന്നു വന്നു. അങ്ങനെ അവൻ ബോംബെയുടെ ഒരു പാർട്ടായി തന്നെ മാറി. ദാദാഭായ് നാരോജി പോലെയുള്ള വലിയ വ്യക്തികളായിട്ട് അവന് സൗഹൃദം പുലർത്തിയിരുന്നു. അവരെല്ലാവരും അവനെ ഇൻസ്പയർ ചെയ്തിരുന്നു. ബോംബെയിൽ അന്ന് തൊട്ടുകൂടായ്മയും തീണ്ടലും എല്ലാം നിലനിന്നിരുന്ന കാലമായിരുന്നു. പക്ഷെ അതെല്ലാം നമ്മുടെ നായകന് ഉണ്ടായിരുന്നില്ല. അവന് പാവങ്ങളോട് കരുണ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. രാഷ്ട്ര ഗോഫ്റ്റർ എന്ന പത്രത്തിന് അവൻ ആർട്ടിക്കിൾസും എഴുതിയിരുന്നു. അങ്ങനെ താഴ്ന്ന ജാതിക്കാരോടുള്ള അക്രമങ്ങൾ ചോദ്യം ചെയ്യുകയും വിഡോ റീമാരേജ് അങ്ങനെ എല്ലാത്തിനും പറ്റി നമ്മുടെ കർസൻ സംസാരിച്ചിരുന്നു. നമ്മുടെ നായകന് അവൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി കൂടിയുണ്ട്. കിഷോരി എന്നാണ് അവളുടെ പേര്. അങ്ങനെ ഒരു ഹോളി ദിവസം അവൻ നായികയോട് സംസാരിക്കുമ്പോൾ അവളുടെ മുഖത്ത് ചായം തേക്കാൻ അവൾ സമ്മതിക്കുന്നില്ല. കാരണം ജെ അതായത് മഹാരാജ് ഹോളി ആഘോഷത്തിന് ശേഷം മാത്രമേ നമ്മളും ചെയ്യാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ മതത്തിന്റെ ആചാരം എന്നവൾ പറയുന്നു. കാരണം മഹാരാജനെ അവരെല്ലാവരും ദൈവത്തെ പോലെയാണ് കണ്ടിരുന്നത്. അങ്ങനെ ആളുകളെല്ലാം മഹാരാജ് നടന്നു പോകുമ്പോൾ അവരുടെ കൈകൾ വെച്ചു കൊടുക്കുമായിരുന്നു അയാൾക്ക് അതിൽ നടക്കാനായിട്ട്. അത്രയും ആരാധനയായിരുന്നു. പിന്നീട് പാട്ടും ഡാൻസുമായി ഹോളി സെലിബ്രേഷൻ അവർ കൊണ്ടാടുന്നു. കിഷോരിയെ മഹാരാജൻ കാണുന്നു. പിന്നീട് നമ്മുടെ മഹാരാജൻ നമ്മുടെ കിഷോരിയുടെ മേത്ത് ഹോളിയുടെ ചായം പൂശുന്നുണ്ട്. അടുത്ത സീനിൽ കിഷോരിയുടെ വീട്ടിലേക്ക് ജെയുടെ അതായത് മഹാരാജന്റെ ആളുകൾ വന്ന് പറയുന്നു, നിങ്ങളുടെ മകൾക്ക് പാദസേവ ചെയ്യാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു എന്ന്. കിഷോരിയുടെ അമ്മയോട് ഇത് പറഞ്ഞ അമ്മയാണെങ്കിൽ അതീവ സന്തോഷത്തിലാണ്. കിഷോരിയുടെ അമ്മ പറയുന്നു, മകളെ ഇതെല്ലാം നമുക്ക് വളരെ ഒരു വലിയ അനുഗ്രഹമാണെന്ന്. നായികയാണെങ്കിൽ അത്രയും പേരുടെ ഇടയിൽ പാദസേവ ചെയ്യാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷമാണ്. അങ്ങനെ നായിക മഹാരാജന്റെ അടുത്തേക്ക് പോകുന്നു. പാദസേവ കാണാനായിട്ട് ആളുകളെ അന്ന് അനുവദിക്കുമായിരുന്നു. അതിന് കാശും അവർ കൊടുക്കണമായിരുന്നു. കർസൻ ആണെങ്കിൽ അവളെ തപ്പി അവസാനം അവിടേക്ക് എത്തുന്നു. അപ്പോൾ തോഴൻ ജനലിലൂടെ നോക്കിക്കോളാൻ അവനോട് പറയുന്നു. പക്ഷെ നമ്മുടെ നായകൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കിഷോരി മഹാരാജന്റെ കിടപ്പുമുറിയിലാണ്. കാണാൻ പാടില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ കർസൻ അവളെ കാണുന്നത്. ഇത് കണ്ട് അവൻ ദേഷ്യം വന്ന് അവളുടെ മുറിയിലേക്ക് ഓടിപ്പോകുന്നു. എന്നിട്ട് അവളോട്, ഇതാണോ നിന്റെ പാദസേവ? വേഗം ഇവിടുന്ന് പോകാൻ അവളോട് പറയുന്നു. എന്നാൽ അപ്പോൾ
മഹാരാജ് ഇത് നമ്മുടെ പാരമ്പര്യമാണ് എന്ന് പറയുന്നു. കിഷോറിയോട് നിനക്ക് പോകണമെങ്കിൽ പോകാമെന്നും അയാൾ പറയുന്നുണ്ട്. പക്ഷെ നായിക പോകുന്നില്ല എന്ന് മറുപടി പറയുന്നു. മഹാരാജ് ഹവേലിയിൽ ബാക്കി വരുന്നതെല്ലാം അനുഗ്രഹമാണെന്നും ഇതെല്ലാം ബാക്കിയുള്ളത് നിനക്കും കൂടിയുള്ളതാണെന്ന് കർസനോട് പറയുന്നു. അപ്പോൾ നായകൻ നിന്റെ എച്ചിലൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. അങ്ങനെ നായകൻ വിഷമിച്ച് വീട്ടിലേക്ക് പോകുന്നു. നെക്സ്റ്റ് സീനിൽ കിഷോറി കർസനെ കാണുന്നു. ഇതെല്ലാം സേവയാണ്, അത് നമുക്ക് അനുഗ്രഹത്തിനാണ് എന്നും അവൾ പറയുന്നു. നായകന് പക്ഷെ ഇതൊന്നും കൂട്ടാക്കുന്നില്ല. ഇതെല്ലാം കപട വിശ്വാസമാണെന്ന് അയാൾ പറയുന്നു. അങ്ങനെ ഇനി നീയായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് നമ്മുടെ കർസൻ പറയുന്നു. അടുത്ത സീനിൽ അവൾ ഇതെല്ലാം ജെയ്ജയോട് പറഞ്ഞ് കരയുകയാണ്. അപ്പോൾ ജെയ്ജെ അവളെ ആശ്വസിപ്പിക്കുന്നു. ജെയ്ജയുടെ പെണ്ണാണ് നീ എന്നും പറയുന്നു. പക്ഷെ നായിക പിന്നീട് നോക്കുമ്പോൾ വേറെ ഒരു പെണ്ണിനോട് ഇതുപോലെ ഞാൻ തിരഞ്ഞെടുത്ത പെണ്ണാണ് നീ എന്ന് പറയുന്നു. പക്ഷെ ഇത് അവളുടെ അനിയത്തിയായിരുന്നു. നായിക വേഗം ഓടി അനിയത്തിയെ വീട്ടിലേക്ക് പോകാൻ പറയുന്നു. സേവ എന്ന പേരിൽ നിങ്ങൾ ഇവിടെ ഞങ്ങൾ എല്ലാ പെൺകുട്ടികളെയും ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് മഹാരാജനോട് പറയുന്നു. നിങ്ങളോടുള്ള ബഹുമാനം പോയി എന്നും അവൾ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിയ നമ്മുടെ നായിക അനിയത്തിയോട് ഇനി മേലാൽ നീ ഹവായിയുടെ പടി കിടക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ അനിയത്തിയാണെങ്കിൽ ഇന്നലെ വരെ പാദസേവ എന്നെല്ലാം പറഞ്ഞ് നീ ആഘോഷിച്ച് നടക്കുകയായിരുന്നല്ലോ, ഭയങ്കര സന്തോഷത്തിലുമായിരുന്നു. ഇന്ന് എന്താടി നിനക്ക് പറ്റിയത്? എന്താ എന്നെ മഹാരാജ് ചൂസ് ചെയ്തതിന്റെ അസൂയാണോ നിനക്ക് എന്ന് ചോദിക്കുന്നു. നമ്മുടെ നായികയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ വലിയ തെറ്റാണ് ചെയ്തത് എന്നും പറഞ്ഞ് നടന്ന എല്ലാ കാര്യങ്ങളും അനീത്തിയോട് പറയുന്നു. ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും ഈ കപട നാടകം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നും കർസൻ എന്നെ ആഗ്രഹിക്കുന്നില്ല എന്നും കല്യാണം മുടങ്ങിപ്പോയി എന്നും പറഞ്ഞ് കരയുന്നു. അനീത്തി അവളെ ആശ്വസിപ്പിക്കുന്നു. അന്ന് രാത്രി കല്യാണം മുടങ്ങിയതിന്റെ പേരിൽ കർസനെ അവന്റെ മാമൻ ശാസിക്കുന്നു. അവന്റെ മുഖത്ത് അടിക്കുകയും അവനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അവൻ അവന്റെ ആന്റിയെ കല്യാണം കഴിപ്പിക്കണമെന്നും അതുപോലെ തന്നെയുള്ള അന്ന് നിലനിന്നിരുന്ന എല്ലാ അനീതിയും പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു. അതിലെല്ലാം ദേഷ്യം വന്നിട്ടാണ് മാമൻ അവനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നത്. നെക്സ്റ്റ് ഡേ കർസൻ അവരുടെ പെർസില്ലി ആ ബിൽഡിങ്ങിന് മുമ്പിൽ കിടന്നുറങ്ങുന്നു. കാരണം അവന് പോകാൻ വേറെ ഒരു സ്ഥലവുമില്ല. അവിടേക്ക് രണ്ടുപേരെത്തുന്നു. അവന്റെ സഹായികളാണ് ആ രണ്ടുപേരും. അവന്റെ പ്രസംഗം കേട്ട് അവർക്ക് വളരെ അവനെ ഇഷ്ടപ്പെട്ടിരുന്നു. അവരോട് ഇവൻ ഒരു സ്ഥലം കിട്ടുമോ എനിക്കൊന്ന് കിടക്കാൻ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവർ അവനെയും കൂട്ടുന്നു. അടുത്ത സീനിൽ മഹാരാജനെയാണ് കാണിക്കുന്നത്. അവനും അവന്റെ ഭാര്യയും ഒരുമിച്ചിരിക്കുമ്പോൾ സേവകൻ വന്നിട്ട് ശ്യാംജി എന്ന വ്യക്തി താങ്കളെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ആരാണ് ശ്യാംജി എന്ന് ചോദിക്കുമ്പോൾ അന്ന് പാദസേവയ്ക്കെന്ന് പോയി എന്ന് പറഞ്ഞ അയാൾ അപ്പോൾ തന്നെ നിർത്തുന്നു. കാരണം മഹാരാജന്റെ ഭാര്യ ഇത് കേട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരൊറ്റ സീനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജെയുടെ ഭാര്യയ്ക്ക് ഈ പാദസേവയൊന്നും തീരെ ഇഷ്ടമല്ല. ഈ തോഴൻ വന്ന് സംസാരിക്കുന്നതിന് മുമ്പ് ജെയുടെ ഭാര്യ ആരാണ് ഈ കർസൻ, നാട് മുഴൽ അവനെ പറ്റിയാണല്ലോ സംസാരം എന്ന് ചോദിക്കുന്നു. പക്ഷെ ജെജി ആണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും നൽകുന്നില്ല. അങ്ങനെ ശ്യാംജി വന്നതറിഞ്ഞ് നമ്മുടെ ജെജി തോഴന്റെ ഒപ്പം അവരുടെ അടുത്തേക്ക് ചെന്നു. ശ്യാംജി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് ജെജിയെ അബദ്ധം പറ്റിപ്പോയി, തന്റെ കുഞ്ഞെന്റെ സഹോദരിയുടെ വയറ്റിൽ വളരുന്നു എന്ന് പറഞ്ഞ് കരയുന്നു. അപ്പോൾ അവിടെ ലീലാവതി ഗർഭിണിയായി നിന്ന് കരയുകയാണ് ചെയ്യുന്നത്. ജെജി അപ്പോൾ അവിടെ നിന്ന് ഇതെല്ലാം കാണുന്നു. അപ്പോൾ ശ്യാംജി അവനോട് നീ ഇനി ഞങ്ങളുടെ അനീതിയെ സ്വീകരിക്കണം, കാരണം ഞങ്ങളുടെ കുടുംബത്തിന് നീ മാനഹാനി വരുത്തി വെക്കരുത് എന്ന് ജെജിയോട് പറയും. ജെജി ആണെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല, ഇതെല്ലാം ഒരു സേവയല്ലേ, പക്ഷെ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ കഴിയില്ല. എനിക്കറിയുന്ന കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട്, നമുക്ക് ഈ ഗർഭം അലസിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നു. ശ്യാംജി ആണെങ്കിൽ ഇത് കേട്ട് വളരെ കുപിതനായിരിക്കുന്നു. അപ്പോൾ ലീലാവതി ജെജയോട് ജെജെ ഇത് നിന്റെ കുഞ്ഞാണ്, ഈ കുഞ്ഞിനെ എനിക്ക് വേണം, ഇതിനെ കളയാൻ പറ്റില്ല എന്ന് പറയുന്നു. ജെജെ ആണെങ്കിൽ അവളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവളെ പ്രീതിപ്പെടുത്തി അവളുടെ വായിലേക്ക് ഒരു ലഡു വെച്ചു കൊടുക്കുന്നു. ആ ലഡുവിന്റെ ഉള്ളിൽ എന്താണുള്ളത് എന്ന് നമുക്ക് അടുത്ത സീനിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം അടുത്ത സീനിൽ വളരെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർസൻ നഗരത്തിലൂടെ നടക്കുകയാണ്. അപ്പോഴതാ അവിടെ നിന്ന് രക്ഷിക്കൂ, സഹായിക്കണേ എന്ന് പറഞ്ഞ് ശ്യാംജി അലരുന്നത് കേൾക്കുന്നു. ചെല്ലുമ്പോൾ അതാ ലീലാവതി റോട്ടിൽ വീണ് കിടക്കുകയാണ് ചെയ്യുന്നത്. ലീലാവതി അതീവ തളർച്ചയിലുമാണ്. അപ്പോൾ നമ്മുടെ കർസൻ എന്താണ് പറ്റിയത് എന്ന് ശ്യാംജിയോട് ചോദിക്കുമ്പോൾ ജെജയെ കണ്ടതും ജെജയാൽ നമ്മുടെ ലീലാവതി ഗർഭിണിയാണ് എന്നും ജെജെ അവൾക്കൊരു ലഡു കൊടുത്തു, അതിനുശേഷമാണ് ഇവൾക്ക് ഇങ്ങനെയായതെന്നും അവൾ ഇവളെ കൊല്ലാനാണ് നോക്കിയതെന്നും നമ്മുടെ ശ്യാംജി കർസനോട് പറയുന്നു. കർസനാണെങ്കിൽ നിൽക്ക് ഞാൻ വേഗം വണ്ടി കൊണ്ടുവരാം, വേഗം തന്നെ നമ്മുടെ ലീലാവതിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ നായകൻ ആ കോരിച്ചൊഴിയും മഴയത്ത് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതാ ഇവരെ കാണുവാനില്ല. അപ്പോൾ അതാ
അവിടെ ഒരു വാതിൽ കൊട്ടിയടിയുന്ന ശബ്ദം നമ്മുടെ കർസൻ കേൾക്കുന്നു. കർസൻ ഓടിച്ചെന്ന് വാതിൽ തുറക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിലും തിരിച്ചൊരു റിപ്ലൈയും ഇല്ല. അങ്ങനെ നമ്മുടെ കർസൻ ആ മഴയത്ത് ഹവാലിയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവിടെ ജെയുടെ ആളായ ഒരു വയസ്സായ ഒരു വ്യക്തി നിൽക്കുന്നു. അയാളോട് ലീലാവതിയുടെയും ഷ്യാംജിയുടെ കാര്യം പറഞ്ഞ് അവരെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അവർ പോയി മോനെ, ഇതുപോലെയുള്ള എത്ര ജീവനുകളാണ് ഇവിടെ പുലിയുന്നത് എന്ന് പറയുന്നു. ഞങ്ങൾക്കാർക്കും മഹാരാജനെ എതിർക്കാൻ കഴിയില്ല. റിലീജിയൻ എന്ന പേരിൽ അവൻ ഇവിടെ നടത്തുന്നതൊന്നും ശരിയല്ല എന്നും അയാൾ പറയുന്നു. കർസനോട് നീ വേണം മോനെ ഇതിനു വേണ്ടി പോരാടാൻ, നീ വേണം ഇതെല്ലാം എതിർക്കാൻ. അതിനുള്ള പ്രചോദനം ആ വ്യക്തി കർസന് കൊടുക്കുന്നു. എന്നാൽ ഹവാലിയുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഒരിക്കലും നിനക്ക് പോരാടാൻ കഴിയില്ല എന്നും പുറത്തുനിന്ന് മാത്രമാണ് നിനക്ക് മഹാരാജനെതിരെ പോരാടാൻ കഴിയുകയുള്ളൂ എന്നും കർസനോട് പറയുന്നു. കർസനാണെങ്കിൽ ഇതിനു മുമ്പ് നടന്ന കിഷോരിയുടെ ഇൻസിഡന്റും അതുപോലെ തന്നെ ലീലാവതിയുടെയും കഥകൾ എല്ലാം അവന്റെ മനസ്സിലുണ്ട് താനും. അങ്ങനെ അടുത്ത സീനാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം ദാദാഭായ് നാരോജിയോട് പ്രസ്സിൽ വെച്ച് തന്നെ ഇതിനെപ്പറ്റി എല്ലാം നമ്മുടെ കർസൻ സംസാരിക്കുന്നു. എന്നാൽ നമ്മുടെ ദാദാഭായ് നാരോജി ഇവനോട് ഇതെല്ലാം നമുക്ക് എഴുത്തിലൂടെ പുറത്തേക്ക് എത്തിക്കാം എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ദാദാഭായ് നാരോജി പക്ഷെ ഇതെല്ലാം പ്രാവർത്തികമാക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് ഒരു ചേഞ്ച് തുടങ്ങി വെക്കണ്ടേ എന്ന് നമ്മുടെ കർസനോട് പറയുന്നു. അപ്പോൾ നമ്മുടെ കർസൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം ദാദാഭായ് നാരോജിയെ നമ്മുടെ കിഷോരി വന്ന് കണ്ടിരുന്നു. കിഷോരി ആണെങ്കിൽ ദാദാഭായ് നാരോജിയോട് പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ ദാദാഭായ് നാരോജി കർസനോട് പറയും. കിഷോരി എന്നെ വന്ന് കണ്ടിരുന്നു എന്നും നടന്ന എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞു എന്നും പറയുന്നു. മഹാരാജന്റെ അടുത്ത് പാദസേവയ്ക്ക് പോയത് മുതൽ പിന്നീട് ഇവൻ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ കിഷോരി പറഞ്ഞിരുന്നു. കിഷോരി ആണെങ്കിൽ ഇതുവരെ അവനെ കല്യാണം കഴിക്കാത്തതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തം കഴിഞ്ഞാൽ ശേഷം മാത്രമാണ്, നീ വിദ്യാഭ്യാസം നേടിയാൽ മാത്രമാണ് ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നീട്ടി വെച്ചിരിക്കുകയായിരുന്നു നമ്മുടെ കർസൻ അവരുടെ വിവാഹം. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അതെല്ലാം കഴിഞ്ഞിരിക്കും. അങ്ങനെ നമ്മുടെ കിഷോരി ദാദാഭായ് നാരോജിയോട് ഈ സങ്കടമെല്ലാം പറഞ്ഞ് കരഞ്ഞിരുന്നു. അങ്ങനെ നമ്മുടെ ദാദാഭായ് നാരോജി ഇതെല്ലാം നമ്മുടെ കർസനോട് പറയുന്നു. നീ കിഷോരിക്ക് അവളുടെ തെറ്റുകൾ കാട്ടിക്കൊടുത്തു, എന്നാൽ ആ തെറ്റുകൾ ശരിയാക്കാനുള്ള ഒരു അവസരം കൂടി നീ കൊടുക്കണം എന്ന് ദാദാഭായ് നാരോജി നമ്മുടെ നായകനോട് പറയുന്നു. അങ്ങനെ നമ്മുടെ കർസൻ കുറച്ചു നേരം ആലോചിച്ചതിനു ശേഷം ശരിയാണ്, താങ്കൾ പറഞ്ഞതാണ് സത്യം, ഞാൻ ഇപ്പോൾ തന്നെ കിഷോരിയുടെ അടുത്തേക്ക് പോവുകയാണ് പറഞ്ഞ് നമ്മുടെ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു വ്യക്തി അവിടേക്ക് വന്നത് അയാളോട് വേഗം പുറത്തേക്ക് വാ എന്ന് നമ്മുടെ നായകനോട് പറയുന്നു. നമ്മുടെ നായകനോടാണ് ദാദാഭായ് ചെല്ല് എന്ന് പറയുന്നു. നമ്മുടെ നായകൻ ഓടി ചെല്ലുമ്പോൾ അവിടെ ആൾക്കാർ മൊത്തം ഒരു പരിസരത്ത് കൂടി നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ നായകൻ ഒരു കാഴ്ച കണ്ട് അവിടെ ഞെട്ടി നിന്ന് പോയി. നമ്മുടെ നായകൻ കരഞ്ഞുകൊണ്ടാണ് നിന്നത്. എന്താണ് ആ കാഴ്ച എന്നറിയാൻ നമ്മുടെ സെക്കൻഡ് പാർട്ടിനായി എല്ലാവരും കാത്തിരിക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.